കൂട്ടുകാരെ, ഇതെന്താണെന്ന് മനസ്സിലായോ? ഇതാണ് ചാളയുടെ മുട്ട. ഇത് മാത്രം കഴിക്കാനായിട്ട് ഇഷ്ടമുള്ളവരുണ്ട്, എന്നെ പോലുള്ളവർ. അപ്പോൾ ഇത് നമുക്ക് അടിപൊളി ടേസ്റ്റിലൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ? പാനിലേക്ക് എടുത്ത് എണ്ണ ഒഴിച്ച് ഒരു വലിയ സവോള അരിഞ്ഞതും ചേർത്ത് നന്നായിട്ട് വഴറ്റണം. ചെറിയ സവോളയെ നിങ്ങളുടെ കയ്യിലുള്ളെങ്കിൽ 2 എടുക്കണേ. സവോളയാണ് ഇതിൻ്റെ ശരിക്കും ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നന്നായിട്ട് മൂത്ത് വരട്ടെ. അല്പം ഉപ്പും കൂടെ ചേർത്ത് മൂപ്പിക്കുമ്പോഴേക്കും സവോള പെട്ടെന്ന് തന്നെ വഴന്ന് വരും. അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്കൊരു സ്പൂൺ മുളക് പൊടി ചേർക്കാം. മുളക് പൊടി ചേർത്ത് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇവന്മാരെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വഴന്ന് വന്ന് 2 സൈഡിലേക്ക് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഹീറോ വരുന്നുണ്ടേ. പനഞ്ഞിലെ മുട്ട കണ്ടോ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും അവനെ നമുക്ക് എല്ലാം കൂടെ ചേർത്തൊന്ന് പൊതിഞ്ഞ് വയ്ക്കാം. പൊതിഞ്ഞ് വെച്ചിട്ടോ അവനൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കണം. കുറച്ച് സമയം, ഒരു 5 മിനിറ്റ് നേരം നന്നായിട്ട് അടച്ച് വെച്ച് സിമ്മിലിട്ടിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അവന് വെന്ത് വരുമ്പോഴേക്കോ വീണ്ടും അതേമാതിരി തന്നെ അവനെ മാത്രം അങ്ങനെ നടുക്ക് വെച്ച് വേവിച്ചാൽ മതിയോ? ഞാനും കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അല്പം തേങ്ങ ചിരകിയത് ആ നടുഭാഗത്തേക്കിട്ട് വീണ്ടും ആ പഴയ പോലെ ഒന്ന് തട്ടിപ്പൊത്തി ചേർത്ത് അവനെ കൂട്ടി യോജിപ്പിച്ച് വെക്കണം. വെച്ചിട്ടോ വീണ്ടും അതേപോലെ തന്നെ ഒന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. മൂടി വെച്ച് വേവിച്ച് വരുമ്പോഴേക്കും തുറക്കുമ്പോൾ തന്നെയുള്ള സ്മെല്ല് ഒരു രക്ഷയില്ലാത്ത സ്മെല്ലാണ്. അതിൻ്റെ സ്മെല്ലെന്ന് പറയുന്നത് അടിപൊളിയാണ്. ഇതാ കണ്ടോ, അതിൻ്റെ ടെക്സ്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് വേഗം തന്നെ ആ ചൂടോടെ തന്നെ എത്ര ചോറ് വേണമെങ്കിലും ഈ ഒരു കറി കൂട്ടി നമുക്ക് കഴിക്കാൻ പറ്റും. അത്രയ്ക്കും ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.